ഈ അടുത്ത കാലത്ത് എൻ്റെ അടുക്കൽ വന്ന ഒരു ക്ലയൻറ്റ്, അദ്ദേഹം എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ്, അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഓഫീസിൽ പലപ്പോഴും വിസിബിൾ അല്ലാതെയായി പോവുകയാണ്. നന്നായി ജോലി ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, സ്കില്ലുണ്ട്, പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് വിസിബിൾ ആകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വിസിബിൾ ആകേണ്ട ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരേണ്ട ആവശ്യം വളരെ കൂടുതലാണ്. തീർച്ചയായും നമ്മുടെ ഹൈ പെർഫോമൻസ് കോച്ചിലൂടെ അത് സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു ക്ലയൻറ്റ് നേരിട്ട പ്രശ്നമാണ്. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് വിസിബിൾ ആകാൻ സാധിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലി മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് കാര്യമില്ല. ഈ ഒരു പ്രശ്നം അനേകം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒത്തിരി ജോലി ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, പക്ഷേ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ആളുകൾ മനസ്സിലാക്കുന്നില്ല, റിപ്പോർട്ടിംഗ് ഓഫീസർ മനസ്സിലാക്കുന്നില്ല. പെർഫോമൻസ് അപ്രൈസലിൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്യാതെ പോവുകയും അത് തഴയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതെ, ഇത് ആക്ച്വലി ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ലീഡറിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊജക്റ്റ് അരിസ്റ്റോട്ടിൽ, ഗൂഗിൾ നിസ്സംശയം പറയാം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയാണ്, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനിയാണ്. അതിനെല്ലാം ഉപരി ഏറ്റവും കഴിവുള്ള ആളുകൾ ജോലി ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ 2012 ഗൂഗിളിനൊരു വലിയ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നു. അവരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഭയങ്കര റിഗ്രസ് ആണ്. അവിടെ ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഓരോ മാസവും കിട്ടുന്നത്. അതിൽ 1% ആളുകളെ മാത്രമേ അവർ റിക്രൂട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച 1% ആളുകളുള്ള ഒരു കമ്പനി, പിന്നെ ആ കമ്പനി വർക്ക് ചെയ്യുന്നത് ടീമുകളിലാണ്. കാരണം ഗൂഗിൾ പ്രൊജക്റ്റ് മോഡിൽ പോകുന്നതാണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിലും ഓരോ പല ടീമുകളുണ്ട്. ആ ടീമുകളുടെ ഇഫക്റ്റീവ്നെസ്സും ഔട്ട്പുട്ടും പ്രൊഡക്ടിവിറ്റിയുമാണ് ഓവറോൾ ആയിട്ടുള്ള ഗൂഗിൾ എന്ന കമ്പനിയുടെ പെർഫോമൻസ്. അപ്പോൾ അവരുടെ ലോജിക്ക് ഇതായിരുന്നു, നമ്മൾ ഏറ്റവും മികച്ച ആളുകളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യില്ലേ? പക്ഷേ അവരുടെ ഒരുപാട് ടീമുകൾ ലോ പെർഫോമിംഗ് ആയിരുന്നു. ഏറ്റവും മികച്ച ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടൊരു ടീം മോശമായിട്ട് പെർഫോം ചെയ്യുന്നു? അവരതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പല ചോദ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നു. ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാരുള്ളൊരു ടീമാണോ സക്സസ്ഫുൾ ടീം? അതോ ഏറ്റവും എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ? അതോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരുള്ളൊരു ടീമാണോ? അതോ ഏറ്റവും കൂടുതൽ IQ ഉള്ള ആൾക്കാരുടെ ഒരു ടീമാണോ? അതോ എക്സ്ട്രോവേർട്സ് മാത്രമുള്ളൊരു ടീമാണോ? അതോ എക്സ്ട്രോവേർട്സും ഇൻട്രോവേർട്സും ഈക്വലി ഉള്ളൊരു ടീമാണോ? അവർക്ക് ഒരു കോറിലേഷനും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്തായ ഡാറ്റ അനലിറ്റിക്സിനെ റിലൈ ചെയ്യാൻ അവർ തീരുമാനിച്ചു. വർഷങ്ങളോളം അവർ ആ കാര്യത്തിൽ പഠിച്ചു. 180 ടീമുകളെ അവർ പഠിച്ചു. അതിൽ 1000കണക്കിന് ഇൻ്റർവ്യൂസ് നടത്തി. 30ഓളം സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കി. അവരുടെ ഡാറ്റ അനലിറ്റിക്സ് ടീം ലക്ഷക്കണക്കിന് ഡാറ്റ പോയിൻറ്റ്സ് അവർ നാരോ ഡൗൺ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ റെവലേഷൻ എന്ന് പറയുന്നത്, ഒരു ടീമിൽ ആരുണ്ട് എന്നുള്ളതല്ല ആ ടീമിനെ മികച്ചതാക്കുന്നത്, അവർ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ടീമിനെ മികച്ചതാക്കുന്നത്. It's not about who are in that team, it's about how they interact. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് പീപ്പിൾ, ഇറ്റ്സ് അബൌട്ട് പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. 5 കാര്യങ്ങളാണ് ഒരു ലോകോത്തര ടീമിനെ നിങ്ങൾക്കുണ്ടാക്കണമെങ്കിൽ, നിങ്ങളുടെ ഓർഗനൈസേഷനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഹൈ പെർഫോമൻസ് എൻവയോൺമെൻറ്റ് നിങ്ങൾക്കുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട 5 കാര്യങ്ങളാണ്. അത് വെറും 5 കാര്യങ്ങളല്ല, വർഷങ്ങളുടെ റിസർച്ചിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനിയായ ഗൂഗിൾ അവരുടെ ടീമുകളിൽ നടത്തിയ റിസർച്ചിൻ്റെ ഔട്ട്കമാണ്. അവർ കണ്ടുപിടിച്ചത് ഈ 5 കാര്യങ്ങളാണ് ഏറ്റവും മികച്ച ടീമുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി. ആ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞ ടേമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ സ്റ്റഡിയിൽ തന്നെ പറയുന്നത്, അതിന്റെ പില്ലർ എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേവി സീൽ എന്ന ഓർഗനൈസേഷൻ, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഉണ്ട്. അവർ പറയുന്നത്, ഹൈ പെർഫോമർ വിത്തൗട്ട് ട്രസ്റ്റ് ഈസ് എ ടോക്സിക് അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ടീമുകളെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഓർഗനൈസർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറയുന്നത് തന്നെ ഞാനിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടോ, അതെയോ ഞാൻ ഷുഗർ കോട്ടഡായി പറയേണ്ടി വരികയാണോ? ഇതൊക്കെ ധാരാളം ഇൻഡസ്ട്രി എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. എത്രമാത്രം സേഫ്റ്റി ഞാൻ എൻ്റെ ഓർഗനൈസേഷനിൽ ഫീൽ ചെയ്യുന്നു. നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ഹൈപ്പർ ഹവർ ആകാൻ ആഗ്രഹിക്കുന്ന എംപ്ലോയി ആകട്ടെ, CXO ആകട്ടെ, അല്ലെങ്കിൽ ഓൺടർപ്രണർ ആകട്ടെ, ചിന്തിക്കേണ്ടത് എൻ്റെ എംപ്ലോയീസിന് ഫീഡ്ബാക്കുകൾ പറയാൻ, വിമർശിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സത്യനാഥല്ല മൈക്രോസോഫ്റ്റിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന റെവല്യൂഷണറി ആയിട്ടുള്ള ചിന്താഗതിയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ലിസൺ നോട്ട് ടു റിപ്ലൈ ബട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം അത് തന്നെ അങ്ങനെ ഇത്ര ധാരാളം ഫിലോസഫിക്കലായിട്ടുള്ള, ഒപ്പം തന്നെ ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ അത് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയാൻ ആഗ്രഹിച്ചതാണ് ഈ സത്യനാഥല്ല മൈക്രോസോഫ്റ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യാനായിട്ടായിരുന്നു അദ്ദേഹം അവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവർ ചോദിച്ച ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെയും പിന്നീട് മൈക്രോസോഫ്റ്റിൻ്റെയും തലവര തന്നെ മാറ്റിയത്. അദ്ദേഹം അൽഗോരിതവും ഡാറ്റയും അനലറ്റിക്സും എല്ലാം അരച്ച് കലക്കി കുടിച്ചാണ് ആ ഇൻ്റർവ്യൂവിന് പോയത്. പക്ഷേ ആ ഇൻ്റർവ്യൂ ചോദിച്ചത് ഓഫ് ദ സിലബസ് ഒരു ക്വസ്റ്റ്യനാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഒരു തിരക്കിട്ട റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ അമ്മയോ അച്ഛനെയോ കാണാതെ കരയുന്ന ഒരു കുട്ടിയെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഒരു നിമിഷം പകച്ചുപോയി. സ്ട്രക്ചേർഡായിട്ട് എൻജിനീയറിംഗ് മൈൻഡ് സെറ്റിൽ ചിന്തിച്ച് പ്രിപ്പയർഡായിട്ട് വന്നൊരാൾക്ക് ഒരു നിമിഷം ബ്ലാങ്കായി പോകുന്നൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ അടുത്തൊരു ഫോൺ ബൂത്തിലേക്ക് ഓടി 911 വിളിക്കും. അപ്പോൾ അദ്ദേഹം ഈ ഇൻ്റർവ്യൂ അവിടെ നിർത്തി ഇദ്ദേഹത്തെ ഡോറിലേക്ക് കൊണ്ടുപോയി യു ക്യാൻ നൗ ലീവ് എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, എനിക്ക് എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു കരയുന്ന കുട്ടിയെ കണ്ടാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടിയെ എടുക്കുകയാണ്, ആ കുട്ടിയുടെ കരച്ചിൽ നിർത്തുകയാണ്. അപ്പോൾ സത്യനാഥല്ല പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ എംപതി ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റിനെ കൊണ്ടുവരാൻ എനിക്ക് സഹായമായത്. കാരണം ഈ ലിസണിങ്, മറ്റുള്ളവരെ കേൾക്കുക, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ്, ആ ഒരു രീതിയിൽ മൈക്രോസോഫ്റ്റിനെ മോൾഡ് ചെയ്യാനായിട്ട്, ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ട്രിഗർ ചെയ്ത, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത ഒരു സ്റ്റോറി ഇതാണ്. അതുമായി ബന്ധപ്പെട്ട ഇപ്പം നമ്മൾ വളരെ പ്രചാരമുള്ളൊരു ചിന്താഗതിയാണ് ഈവൻ ഹൈ ലെവലുള്ള ബിസിനസ് ലീഡേഴ്സ്, ഗൂഗിൾ ഉൾപ്പെടെ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള ടീമുകൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഡിസൈൻ തിങ്കിങ്. ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ധാരാളം ഇന്നോവേഷൻ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബീയിങ് എൻ ഇൻഡിവിജ്വൽ ഓൾസോ, നമ്മൾ ഒരു ഓഫീസർ ആയിരിക്കുമ്പോൾ അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഡിസൈൻ തിങ്കിങ്ങിനെ പറയുന്നത്. ഇവിടെ കസ്റ്റമറുടെ അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സർവീസ് വാങ്ങുന്നയാളുടെ തിങ്കിങ് എന്താണ്, ഏത് തരത്തിലുള്ള പെയിനാണ് ഞാൻ പരിഹരിക്കുന്നത്, അവരുടെ പെയിൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ. ബീയിങ് എ CEO, ബീയിങ് എ മാനേജർ, ബീയിങ് എ ടീം ലീഡർ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ടീം മെമ്പർ എന്താണ് ഫീൽ ചെയ്യുന്നത്, ഈ സമയത്ത് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്. ഒരു പണിഷ്മെൻ്റ് ആണോ, വഴക്ക് പറയുന്നതാണോ, വിമർശിക്കുന്നതാണോ, അതെയോ കറക്റ്റ് ചെയ്യപ്പെടുന്നതാണോ. ഇതൊരു ഓർഗനൈസേഷൻ്റെ കൾച്ചറാണ്. ഈ ടൊയോട്ടോയുടെ മനോഹരമായിട്ടുള്ളൊരു പ്രിൻസിപ്പൽ കേട്ടിട്ടുണ്ടാവും. ടൊയോട്ടയിൽ ഈ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ആൻഡൻ കോഡ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്ട്രിപ്പാണ്. അപ്പോൾ ഒരു അസംബ്ലി ലൈനിൽ ഏതെങ്കിലും ക്വാളിറ്റിയെ ബാധിക്കുന്ന ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ ആ ബട്ടൺ അമർത്തുക, അല്ലെങ്കിൽ ആ എൻജിൻ ഓഫ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഓഫ് ചെയ്താൽ എല്ലാം ഓഫ് ആവും. പക്ഷെ അതുവരെ ആ സ്ഥലത്ത് ആരും അത് ചെയ്യില്ലായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ഉണ്ടായില്ല. തെറ്റുകൾ വരുത്തിക്കൊണ്ടിരുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ആൻഡൻ കോഡ് വന്ന സമയത്ത് ആളുകൾ പതിയെ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്താൻ തുടങ്ങി. ഒരു സമയത്ത് ഒരാൾ 27 പ്രാവശ്യം ആ കോഡ് അമർത്തി. അദ്ദേഹത്തിന് അവർ ഒരു അവാർഡ് കൊടുത്തു. നിങ്ങൾ ഏറ്റവും അധികം മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിച്ചു. പിന്നീട് ഈ ടൊയോട്ട എന്ന് പറയുന്ന ക്വാളിറ്റിയുടെയും പെർഫെക്ഷൻ്റെയും എല്ലാം ഒരു അധികായരായിട്ടുള്ളൊരു പ്രസ്ഥാനമായി മാറി. ഇത് തന്നെയാണ് ഈ ഒരു ഓർഗനൈസേഷനിലെ ആ സൈക്കോളജിക്കൽ സേഫ്റ്റി. ഈ സൈക്കോളജിക്കൽ സേഫ്റ്റി എന്നുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആമി എഡ്മോൺസൺ എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ്. ഹാർവാർഡിലെ പ്രൊഫസറാണ്.
അപ്പം അവരെ ഫിയർലെസ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ബുക്കിലാണ് അവർ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവരുടെ നിർവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് വി ഫീൽ സേഫ് ഫോർ ഇൻ്റർപേഴ്സണൽ റിസ്ക് ടേക്കിംഗ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പേസ് വെയർ ഐ ക്യാൻ സ്പീക്ക്, ഐ ഫീൽ സേഫ്, ഐ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, ഐ ക്യാൻ കോൺട്രിബ്യൂട്ട്, ഐ ഫീൽ ഹാപ്പി. അപ്പോൾ നമ്മൾ വളരെയധികം നമുക്കൊരു വീട്ടിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിട്ടാണ് സൈക്കോളജിക്കൽ സേഫ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു മെറ്റഫറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പെർഫോമിംഗ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല 1 കാറ് പോലെയാണ്. ടാലൻ്റാണ് അതിൻ്റെ എൻജിൻ, സ്കിൽസാണ് അതിൻ്റെ ടയർ, പക്ഷേ സൈക്കോളജിക്കൽ സേഫ്റ്റിയാണ് അതിൻ്റെ ഫ്യൂവൽ ഇല്ലെങ്കിൽ ഏറ്റവും മികച്ച ടാലൻറ്റും ഏറ്റവും മികച്ച സ്കില്ലും ഉണ്ടെങ്കിലും കാറ് ഒരു അടി പോലും മുന്നോട്ട് പോവില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ചരിത്രാതീത കാലം മുതലേ മനുഷ്യൻ്റെ ഒരു നീഡ് ഫോർ ബീയിങ് സേഫ്. ഇപ്പോൾ മാസ്ലോസിൻ്റെ സൈക്കോളജിക്കൽ നീഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്സാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് സേഫ്, നമ്മുടെ ബ്രെയിനിലെ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോസ് ആവുകയാണ്. അപ്പോൾ ഒരു അൺസേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നമ്മളായിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസാണ് ഉള്ളത്. എൻ്റെ 15 പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഹാബിറ്റ് ബിൽഡർ, മനസ്സിൻ്റെ യജമാനാകാം, ശാന്തിയുടെ താക്കോൽ, ലോ ഓഫ് അട്രാക്ഷൻ, ടൈം മാസ്റ്ററി ബ്ലൂ പ്രിന്റ്, ഫൗണ്ടേഴ്സ് ഗൈഡ്. ഓരോന്നും ഓരോ മേഖലയിലെ അറിവുകളാണ്. പക്ഷേ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, എൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവ് നൽകുന്നു. എന്നാൽ ഈ അറിവുകൾ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ റിസൾട്ടാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? നിങ്ങൾ ശീലങ്ങളെക്കുറിച്ച് പഠിച്ചു, സമയത്തെക്കുറിച്ച് പഠിച്ചു, മാനസിക ശക്തിയെക്കുറിച്ച് പഠിച്ചു, ബിസിനസ് തന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ചു. പക്ഷേ ഇതെല്ലാം ഒരുമിപ്പിച്ച് ദിവസവും ഓട്ടോമേഷൻ പോലെ പ്രവർത്തിക്കാൻ ഒരു മൈക്രോ സിസ്റ്റം വേണം. അതാണ് എൻ്റെ മൈക്രോ അസൻ മെത്തേഡ്. എൻ്റെ കൺസൾട്ടേഷനുകളും കോഴ്സുകളും എൻ്റെ എല്ലാ പുസ്തകങ്ങളെയും അറിവുകളും ഒരുമിപ്പിച്ച് നിങ്ങളെ ആക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ മൈക്രോ അസൻ മെത്തേഡ് ഇന്ന് തന്നെ നിങ്ങൾ കൈപ്പറ്റുക. ഇതാണ് അറിവിനെ റിസൾട്ടാക്കി മാറ്റാനുള്ള ഏക വഴി. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 100% റിസൾട്ടാക്കി മാറ്റാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ബുക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. 1 ഫൈറ്റ്, 2 ഫ്ലൈറ്റ്, 3 ഫ്രീസ്, 4 ഫോൺ. 1 ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊർജം നഷ്ടപ്പെടുക എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ്, അവിടുന്ന് ഓടിപ്പോവുക. നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോയത് കൊണ്ട് ആ പ്രശ്നം ഇല്ലാതാവുന്നില്ല. അതുപോലെ ഫ്രീസ്, നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. പിന്നെ ഫോൺ, പ്ലീസിങ് അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടെന്നറിയാം, പക്ഷേ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മുടെ അതോറിറ്റിയെ നമ്മൾ പ്ലീസ് ചെയ്ത് സാറേ അടിപൊളി അടിയാണ് സാറേ എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഈ 4 കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയും നന്നാവില്ല. US ആളുകൾ ശ്രദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ഈ വർക്ക് പ്ലേസ് സ്ട്രെസ് എന്ന് പറയും. ഇപ്പം നമ്മൾ പഠിക്കും ഡിസ്ട്രെസ്, അതെ, യൂസ്ട്രെസ്, ക്രോണിക് സ്ട്രെസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതെ. ഈ വർക്ക് പ്ലേസ് സ്ട്രെസ് ഒട്ടനവധി ആളുകളുടെ യഥാർത്ഥ പ്രൊഡക്ടിവിറ്റിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും ആൾക്കാർക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഓഫീസ് ചെല്ലുമ്പോൾ, ബോസിനെ കാണുമ്പോൾ, വർക്ക് ലോഡ് കാണുമ്പോൾ സ്ട്രെസ്സായി പോവുകയാണ്. ഇവിടെയാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന് പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ സ്ട്രെസ്സ് എത്രമാത്രം നിങ്ങൾ അനുഭവിക്കുന്നു, അത് സേഫായിട്ടുള്ള എൻവയോൺമെൻ്റ് അല്ലേ, സേഫായിട്ടുള്ള ബോസ് അല്ലേ? പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പീപ്പിൾ ലീവ് നോട്ട് ഓർഗനൈസേഷൻസ്, പീപ്പിൾ ലീവ് ബോസ്. അതെ, പലപ്പോഴും ബോസിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, സംസാര രീതി, പണിഷ്മെൻറ്റ് സ്റ്റൈല്, ഇതെല്ലാമാണ് ആളുകൾ വെറുപ്പിക്കുന്നത്. അല്ല, അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് പറയാറുണ്ട്. നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഓർഗനൈസേഷന് മെച്ചപ്പെട്ട എൻ്റെ ജോലിക്കും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ നടന്നു വരികയാണ്. അപ്പോൾ അവിടെ ഒരു ചില്ല് പൊട്ടിക്കിടക്കുന്നു. ചില്ല് ക്ലീൻ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ല. പക്ഷേ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയി ആകുമ്പോൾ അവിടെ അത് അറ്റ്ലീസ്റ്റ് അത് മാറ്റാനുള്ള
ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതല്ല. പക്ഷേ ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യേണ്ടത് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയാണോ, അതോ എൻ്റെ ഓർഗനൈസേഷന് ചെയ്യേണ്ട കാര്യങ്ങളും ഉൾക്കൊണ്ട് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ മെച്ചപ്പെടുത്തുന്നതും നമ്മളെ വളർത്തുന്നതും. അതൊരു ജനറൽ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഈ വേൾഡ് വാർ 2 സമയത്ത് നാസി തടങ്കൽ പാളയത്തിൽ എത്തപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു അനുഭവ കഥ ഞാൻ എടുത്ത് വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് യാങ്കൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെയും കുറേ സഹതടവുകാരെയും കൂടി ഒരു ട്രെയിനിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ ആ ട്രെയിൻ കുത്തി നിറച്ച ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു വൃദ്ധനാണ്. ആ വൃദ്ധൻ തണുത്ത് ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ അപ്പോൾ -ഡിഗ്രിയാണ് ആ സമയത്തുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വൃദ്ധൻ തണുത്തുറയ്ക്കുന്നത് കണ്ട് സങ്കടപ്പെട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ രാത്രി കൂരിരുട്ടാണ്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ട്രെയിൻ നിർത്തിയിട്ടു. രാത്രി മൊത്തം നിർത്തിയിട്ടു. ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വൃദ്ധൻ്റെ വിറയൽ കണ്ട് കൂടുതൽ ഇറുക്കി ആ വൃദ്ധനെ പിടിച്ചു. കണ്ണുകൾ ഇറുക്കി ആ വൃദ്ധനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ രാവിലെ ആയപ്പോഴാണ് അദ്ദേഹം സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത്. അദ്ദേഹം ട്രെയിനിൻ്റെ ആ ബോഗിയുടെ ഉള്ളിൽ നോക്കിയപ്പോൾ ആ കൂടെയുണ്ടായ എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇദ്ദേഹവും ആ വൃദ്ധനും മാത്രമാണ് സർവൈവ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ വൃദ്ധനെ അല്ല സഹായിച്ചത്, ആ വൃദ്ധനെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ അയാളെ സഹായിക്കുകയാണ്, ഞാൻ അയാളോട് കരുണ കാണിക്കുകയാണ്. പക്ഷേ ഈ കാരുണ്യവും ഈ സഹാനുഭൂതിയുമാണ് നമ്മളാക്കുന്നതും നമ്മളെ മനുഷ്യനാക്കുന്നതും നമ്മുടെ മനുഷ്യത്വം നിലനിർത്തുന്നതും. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ സഹായിക്കുകയാണെന്ന്. പക്ഷേ നമ്മൾ സഹായിക്കുന്നതിലൂടെ നമ്മളാണ് ഏറ്റവും വലിയ ഒരു ബെനിഫിഷ്യറി ആയിട്ട് മാറുന്നത്. ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ. ഈ OCB അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ, എംപതി, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരും ഒരു ഗോൾഡൻ റൂളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നുള്ളൂ, അവിടെ ഞാൻ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടിക്കോട്ടെ, നിങ്ങളുടെ ഓർഗനൈസേഷൻ എത്ര മോശമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ ചുരുങ്ങിയ നിങ്ങളുടെ സാലറിയുടെ 10 ഇരട്ടിയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനോഭാവം, അതാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കിട്ടിയ ആ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കയറി പോകാൻ സാധിക്കുള്ളൂ. ഈ ഒരു എംപത്തറ്റിക് അതല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ ഒരു ഹൈ പെർഫോമറുടെ എക്സാക്ട് സൈനാണ്. ആ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൻ്റെ പാർട്ടായിട്ട് പല ആളുകളും പല ഓർഗനൈസേഷനിൽ നിന്നും വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ ഇറങ്ങി പോകുന്ന ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞു ടോക്സിക് കൾച്ചർ, അതല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൾച്ചറൽ ഓർഗനൈസേഷൻസ്, എംപതി ഇല്ലാത്ത ഓർഗനൈസേഷൻസ്. പക്ഷേ ആ സാഹചര്യത്തിലും നാം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എൻ്റെ സ്കില്ലുകൾ, എൻ്റെ എംപത്തറ്റിക് സ്കിൽസുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ പിന്നീടുള്ള വളർച്ചാ മേഖല സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും എന്ന് പറയുമ്പോൾ, അവിടെ ബെറ്റർ പെർഫോം ചെയ്യുക, പക്ഷേ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നല്ല സൈക്കോളജിക്കൽ സേഫ്റ്റിയുള്ള ഓർഗനൈസേഷനുകളിലേക്ക് പോയാൽ മാത്രമേ ഫുൾ പൊട്ടൻഷ്യൽ ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.